വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും അനുഗ്രഹീതവും പ്രതിഫലാർഹവുമായ ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. ആ ദിനരാത്രങ്ങളെ കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങളിലൂടെ ധന്യമാക്കി തീർക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ഗണത്തിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ മഹത്തായ ചില സ്വഭാവ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ഒരു പ്രവാചക അധ്യാപനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടുത്തെ അനുചരനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ തൻ്റെ അനുചരനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. യാ ഉഖബത്ത് ബിൻ ആമിർ, അല്ലയോ ഉഖബത്ത് ബിൻ ആമിർ, സിൽ മൻ ഖതഅക, ആരാണോ നീയുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു കളയുന്നത് അയാളോട് നീ ബന്ധം ചേർക്കണം. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളും ഈ വിഷയ സംബന്ധമായി ഒട്ടനവധി അധ്യാപനങ്ങൾ നമുക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. സ്വാഭാവികമായും നമ്മളോട് മാന്യമായി ഇടപഴകുകയും നമ്മളോട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളുകളുമായി അതേ രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ഒരു കാര്യമേ അല്ല. എന്നാൽ നേരെ മറിച്ച് നമ്മളോട് മോശമായി പെരുമാറുകയും നമ്മളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളോട് അങ്ങോട്ട് ചെന്ന് ബന്ധം കൂട്ടിയിണക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അപ്പൊ തൻ്റെ അനുചരനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകുന്ന ഒന്നാമത്തെ ഉപദേശം, ആരാണോ നീയുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു കളയുന്നത് ആ ബന്ധം നീ വിളക്കി ചേർക്കണമെന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ പഠിപ്പിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം ഗൗരവമേറിയൊരു വിഷയമാണ് ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത്. ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോലും സാധ്യമല്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പ്രവാചകനോട് ആവലാതി ബോധിപ്പിക്കുന്ന ഒരു സഹാബിയുടെ ചരിത്രം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം വന്നുകൊണ്ട് തൻ്റെ മനസ്സിന്റെ വേദനകൾ പ്രവാചകന്റെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നലി ഖറാബത്തും, എനിക്ക് ചില ബന്ധുക്കളുണ്ട്, വളരെ അടുത്ത ബന്ധുക്കളുണ്ട്. പക്ഷെ അവരിൽ നിന്ന് വളരെ മോശമായ അനുഭവമാണ് എനിക്ക് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അസിലുഹും, ഞാൻ അവരുമായിട്ടുള്ള ബന്ധം ചേർക്കാൻ ശ്രമിക്കും. വയഖ്തഊനനി, പക്ഷേ അവർ ഞാനുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു കളയും. വ ഉഹ്സിനു ഇലൈഹിം, ഞാൻ അവരോട് നന്മയിൽ വർത്തിക്കും. വയുസീഊനനി ഇലയ്യ, പക്ഷെ അവർ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ അവരോട് നന്നായി പെരുമാറുമ്പോൾ അവരെന്നോട് മോശമായി പെരുമാറുകയാണ്. വ അഹ്ലുമു അൻഹും, ഞാൻ അവരോട് വളരെ വിവേകത്തോടു കൂടിയാണ്, വളരെ പക്വതയോടു കൂടിയാണ് ഞാൻ അവരുമായി കൊണ്ട് ഇടപഴകുന്നത്. വയജ്ഹലൂന അലയ്യ, പക്ഷെ വളരെ അവിവേകത്തോടു കൂടിയാണ് അവർ എന്നോട് തിരിച്ചു പ്രതികരിക്കുന്നത്. ഇങ്ങനെയുള്ള എൻ്റെ ബന്ധുക്കളോട് ഞാൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കണം?
അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ അതിന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഫൈൻ കുൻത കമാ ഖുൽത, കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെയാണ് എങ്കിൽ, ഫകഅന്നമാ തുസിഫുഹുൽ മല്ല, നിങ്ങൾ അവരെ ചുടുചാരം തീറ്റിക്കുന്നതിന് തുല്യമാണ്. നല്ല ചൂടുള്ള ചാരം അവരെ കൊണ്ട് തീറ്റിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ സ്വീകരിക്കുന്ന ഈ സമീപനം. ഈ സമീപനം നിങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുക. കാരണം വലാ യസാലു മഅക മിനല്ലാഹി ലഹീറുൻ അലൈഹിം, അവർക്കെതിരെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു സഹായം താങ്കൾക്ക് ലഭ്യമായി കൊണ്ടേയിരിക്കും. മാ ദുംത അലാ ദാലിക, നിങ്ങൾ ഈ നിലപാട് തുടർന്നു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു സഹായം നിങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കും. അപ്പൊ പടച്ചവന്റെ സഹായം നമുക്ക് ലഭ്യമാകാൻ, നമ്മുടെ സ്വർഗം നമുക്ക് ഉറപ്പുവരുത്താൻ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്ന ഒന്നാമത്തെ ഉപദേശം. ഇത് കുറച്ച് ശ്രമകരമായ ഒരു കാര്യമാണ്. സ്വഹാബികളിൽപ്പെട്ട ചില ആളുകളൊക്കെ പ്രവാചകന്റെ കാലശേഷമൊക്കെ അവര് ഖുർആൻ പഠിപ്പിക്കുന്ന ദർസുകൾ നടത്താറുണ്ടായിരുന്നു. അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി പറയാണ്. ആ ദർസുകൾ നടത്തിയതിന് അവസാനം ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാ പിരിയുക. അപ്പൊ ഈ സ്വഹാബികൾ ആ സദസ്സിലിരിക്കുന്ന ആളുകളോട് ആവശ്യപ്പെടുമായിരുന്നു എന്നാണ്, ബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. കാരണം പ്രാർത്ഥിക്കാൻ പോകാണ്. നിങ്ങളുടെ ഈ സാന്നിധ്യം ഒരുപക്ഷെ ഈ പ്രാർത്ഥന പോലും അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടാൻ അത് തടസ്സമായി മാറും. അതുകൊണ്ട് ബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ എഴുന്നേറ്റ് പോകണം എന്നാണ്. അപ്പൊ അത്രത്തോളം ഗൗരവമേറിയ ഒരു വിഷയമാണ് തന്റെ അനുചരനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്നത്. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്നത് വഅഅതി മൻ ഹറമക, നിനക്ക് നിഷേധിച്ച ആളുകൾക്ക് നീ നൽകണം. നമ്മുടെ അടുത്തൊരു നമ്മളൊരു സഹായം ചോദിച്ചു ചെന്നിട്ട് സഹായിക്കാൻ അയാൾക്ക് കഴിവുണ്ടായിരുന്നിട്ടും അയാൾ നമ്മളെ പരിഗണിക്കാതെ നമുക്ക് ആ സഹായം നിഷേധിച്ചു എന്ന് കരുതുക. ജീവിതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിൽ ഒരു സഹായം തേടിക്കൊണ്ട് അയാൾ നിന്റെ അടുക്കൽ വരികയാണ് എങ്കിൽ ആ പൂർവ്വകാല വൈരാഗ്യം വെച്ചുകൊണ്ട് ഒരിക്കലും അയാളോട് പെരുമാറരുത്. നിനക്ക് സഹായം നിഷേധിച്ച ആ ആളുകൾക്ക് നീ നൽകണമെന്നാണ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന രണ്ടാമത്തെ ഉപദേശം. മൂന്നാമത്തെ ഉപദേശമായിക്കൊണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വഅഫു അമ്മൻ വലമക, നിന്നോട് അതിക്രമം പ്രവർത്തിച്ച ആളുകളോട്, നിന്നോട് ദ്രോഹം ചെയ്തവരോട് നീ മാപ്പ് ചെയ്യണം, അവർക്ക് നീ മാപ്പ് കൊടുക്കണം. എത്ര വലിയ അധ്യാപന പ്രവാചകൻ പഠിപ്പിക്കുന്നത്! നമ്മളെ കൊണ്ട് എത്ര ശ്രമിച്ചാലാണ് ഈ ഒരു സ്വഭാവം എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കാം? നമ്മളെ ദ്രോഹിച്ച ആളുകളോട് നമ്മൾ മാപ്പ് ചെയ്യണം. നമ്മൾ പിന്നെ അവസാനത്തെ 10 വരാൻ പോവാ നമ്മുടെ മുമ്പിലേക്ക്. ആയിഷ ബീബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഈ അവസാനത്തെ 10 ആരാധനാ നിരതരായി പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് എന്താണ് കൂടുതലായി ചോദിക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അള്ളാഹുവെ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് എന്നോട് നീ മാപ്പ് ചെയ്യണം. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നുണ്ട്, മാപ്പ് നൽകാനുള്ള ഒരു മനസ്ഥിതി നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ല എങ്കിൽ അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കുന്നതിൽ യാതൊരു കാര്യമില്ല എന്നാണ്. നമ്മളോട് ദ്രോഹം ചെയ്ത ആളുകളോട് നമ്മൾ മാപ്പ് നൽകണം. ദുരഭിമാനമൊക്കെ നമ്മൾ മാറ്റിവെക്കണം. നമുക്ക് വലുത് നമ്മുടെ പരലോകവും അതുപോലെ തന്നെ പരലോകത്തുള്ള നമ്മുടെ സ്വർഗവുമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഇതിന് തടസ്സമാകുന്ന ദുരഭിമാനങ്ങളെയൊക്കെ നമ്മൾ മാറ്റിവെക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് 3 വിഷയങ്ങളിൽ ഞാൻ സത്യം ചെയ്തു പറയാണ്. 3 കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് 3 കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ സത്യം ചെയ്തു പറയുകയാണ്. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? മാ ലഖസ മാലുൻ മിൻ സദഖത്തിൻ, ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒരു കുറവും വരാൻ പോകുന്നില്ല.
ഒരു കുറവും ആ ദാനം നിങ്ങളുടെ സമ്പത്തിൽ വരുത്തുന്നില്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നത്, സുനിശ്ചിതമാണ്, ഉറപ്പായ കാര്യമാണ്. രണ്ടാമത് പ്രവാചകൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ, മാപ്പ് നൽകുന്നതിലൂടെ, വിട്ടുവീഴ്ച പ്രവർത്തിക്കുന്നതിലൂടെ ഒരു അടിമയുടെ ജീവിതത്തിൽ പ്രതാപമല്ലാതെ വേറെ ഒന്നും വർദ്ധിക്കാനില്ല. വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരിക്കലും താഴ്ന്നു കൊടുക്കുകയില്ല, അത് നമ്മുടെ മേൽ ഒരു ഇസ്സത്ത് ഉണ്ടായി തീരുകയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുക. നമുക്ക് തിരിച്ച് നമ്മളോട് ചെയ്ത അതേ രൂപത്തിൽ പ്രതികരിക്കാനും പ്രതികാരം ചെയ്യാനും ഒക്കെ നമുക്ക് എല്ലാവിധത്തിലുള്ള സാധ്യതകളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, അത് മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറായി തീരാണെങ്കിൽ അള്ളാഹു നമുക്ക് പ്രതാപം വർദ്ധിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരാം. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു വമാ തവാലഅ ലില്ലാഹി, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആരെങ്കിലും വിനയം പ്രകടിപ്പിച്ചാൽ, പടച്ചവനെ കരുതിയിട്ട് ആരെങ്കിലും വിനയം കാണിക്കുകയാണെങ്കിൽ റഫഅഹുല്ലാഹ്, അള്ളാഹു ആ ജീവിതത്തിൽ, അയാളുടെ ജീവിതത്തിൽ ഉയർച്ചയായിരിക്കും അയാൾക്ക് നൽകാൻ. വിനയം കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഉയർച്ച കൊടുക്കും. മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അയാൾക്ക് ഇസ്സത്ത് കൊടുക്കും. സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ അയാളുടെ സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, അള്ളാഹുവെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എന്നോട് വിട്ടുവീഴ്ച കാണിക്കണമെന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറിൽ അള്ളാഹു ഒരു ആയത്ത് നമുക്ക് പഠിപ്പിച്ചു വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അയ്യുതു ഉലിൽ ഖുർബ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജീവിത വിഭവങ്ങൾ നൽകപ്പെട്ട ആളുകൾ ഒരിക്കലും സാധുക്കൾക്കോ അഗതികൾക്കോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകൾക്കോ യാതൊന്നും തന്നെ നൽകുകയില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യരുത്, സത്യം ചെയ്യരുത്. വൽ യഅഫു, നിങ്ങൾ മാപ്പ് നൽകുക. വൽ യസ്ഫഹു, നിങ്ങൾ വിശാല മനസ്കതയോടുകൂടി പ്രവർത്തിക്കുക. അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിക്കപ്പെട്ടത് എന്നാണ് തഫ്സീറുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഐഷ ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയ ആളുകളുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതത്വത്തിൽ ജീവിക്കുന്ന മിസ്തഹി എന്ന് പറയുന്ന സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം ഇദ്ദേഹത്തിന്റെ സഹായത്തിലാണ് ജീവിച്ചിരുന്നത്. മകളെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ മിസ്തഹ് ഉണ്ട് എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിതാവിന്റെ വൈകാരികമായൊരു പ്രതികരണമാണ്, ഇനി മിസ്തഹിന് ഒരു സഹായം എൻ്റെ ഭാഗത്ത് ഞാൻ കൊടുക്കൂല. അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കപ്പെട്ടതെന്നാണ്. അള്ളാഹ് പറയാൻ വൽ യഅഫു, നിങ്ങൾ മാപ്പ് നൽകുക. വൽ യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ചയോടുകൂടി പ്രവർത്തിക്കുക. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങളോട് മാപ്പാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങളോട് ദ്രോഹം ചെയ്യുന്ന, നിങ്ങളോട് മോശമായി സംസാരിക്കുന്ന, നിങ്ങളോട് മോശമായി പ്രതികരിക്കുന്ന ആളുകളോട് നിങ്ങൾ മാപ്പ് നൽകണം, നിങ്ങൾ വിട്ടുവീഴ്ചയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എന്നോടും നിങ്ങളോടും ഒക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. ഇപ്പൊ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്ന ഈ 3 ഉപദേശങ്ങളും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ ഈ ഒരു മഹത്തായ മൂല്യങ്ങൾ, സ്വഭാവങ്ങൾ പ്രതിഫലിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നമുക്കാകണം. അത്തരത്തിലുള്ള മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പിഴവുകളും പോരായ്മകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങൾക്കും അള്ളാഹു ആശ്വാസവും മോചനവും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കൾക്കും ഭാര്യാസന്താനങ്ങൾക്കുമൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله تعالى وسلم على نبينا محمد وآله وصحبه أجمعين.